ഈശോയിൽ സ്നേഹമുള്ളവരെ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രകാരം ഒരുമിച്ച് കൂടിയിരിക്കുക. കൊറോണ നമ്മളെ കുറേയെല്ലാം ഒരുമിച്ച് വരുന്നതിൽ നിന്ന് അകറ്റി. എങ്കിലും കൊറോണ കൊണ്ട് കുറേ അധികം അടുത്തു വരുന്നതിനും നമുക്ക് സഹായകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ലാത്ത ലോകത്തിൽ കുടുംബത്തോട്, മാതാപിതാക്കന്മാരോട്, സിബിലിങ്സിനോട് ഒക്കെ അടുത്ത് നിൽക്കാനായിട്ട് ഇത് സഹായകമായി. പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടിപ്പോകുന്ന അയൽപക്കക്കാരുടെ ഇടയിലേക്ക് അവരെ അല്പമൊന്ന് നിൽക്കാനും പരിചയം പുതുക്കാനും അവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കുവാനുമൊക്കെ ഈ കൊറോണ കാരണമായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ച് ഈ ഒരു വലിയ മഹാമാരി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് ഇന്നലത്തെ സുവിശേഷത്തിൽ ഒരു വാക്യം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മനസ്സാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ സുവിശേഷത്തിൻ്റെ കാതൽ നാം ഇവിടെ കാണുകയാണ്. റിപ്പന്റ് ആൻഡ് റിട്ടേൺ ടു ഗാഡ്, അനുതപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്യുക എന്നുള്ള ആഹ്വാനം. അത് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നിഴലിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ സാര സംഗ്രഹമാണ് എന്ന് നമുക്ക് പറയാം. അനുതപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇപ്രകാരം അനുതപിക്കുവാനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും എനിക്കും നിങ്ങൾക്കും മാത്രമല്ല ലോകത്തിന് മുഴുവനും നൽകപ്പെട്ടിരിക്കുന്ന ഒരവസരമായിട്ട് ഈ മഹാമാരിയെ നമുക്ക് കാണുക. കാരണം നമ്മൾ നിസ്സഹായരാണെന്ന് നാം ബോധ്യപ്പെടുമ്പോൾ, വേറൊരിടത്തു നിന്നും സഹായം ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, സ്വാഭാവികമായിട്ടും നാം കണ്ണുകൾ കൂർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലേക്കാണ്. നമ്മുടെ കരങ്ങൾ ഉയരുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിലേക്കാണ്. നമ്മുടെ ഹൃദയങ്ങൾ ആർദ്രമായിട്ട് ചലിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടിയാണ്. ഈ വിധത്തിൽ നമുക്ക് ദൈവിക സന്നിധിയിലെ ശാന്തതയോടെ ആയിരിക്കുവാൻ ഈ കൂടിവരവ് ഇടയാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കുന്നത്, അനുതപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു സത്യം, നമ്മൾ എങ്ങനെയാണ് അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ കുമ്പസാരിക്കുക എന്നതാണ്. കുമ്പസാരത്തിലൂടെ ആദ്യമായിട്ട് നമുക്ക് കൈവരേണ്ട ഒരു ആന്തരിക ഭാവം എന്നത് ദൈവത്തിൻ്റെ കരുണ അളവില്ലാതെ, തൂക്കങ്ങളില്ലാതെ ലഭിക്കുന്ന വ്യക്തികളാണ് നമ്മളെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയും, ദൈവത്തിൻ്റെ സഭയെ ദ്രോഹിച്ചവനായിട്ടും അവിടുത്തെ ദുഷിച്ചവനായിട്ടും അവിടുത്തെ അളവില്ലാത്ത കാരുണ്യം എന്നിലേക്ക് അവിടുന്ന് വർഷിച്ചു എന്നുള്ളതാണ്. നാം കുമ്പസാരത്തിനായിട്ട് അണയുമ്പോൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട ഒരു വലിയ സത്യം, ദൈവിക കരുണ അളവുകളും തൂക്കങ്ങളുമില്ലാതെ നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഈ ഒരു അവബോധം നമ്മെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ കടന്നു ചെല്ലാനായിട്ട് നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കുമ്പസാരക്കൂട്ടിൽ സന്നിഹിതനാകുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുകയാണ്. കുമ്പസാരക്കൂട്ടിലെ ദൈവം പ്രത്യേകമായിട്ട്
ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വചനം ആണ്. അവിടുന്ന് കുമ്പസാരവേദിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത, യോഗ്യമല്ലാത്ത, നമുക്ക് സ്വാഭാവികമായി സ്വീകരിക്കാൻ അർഹതയില്ലാത്ത വലിയ കാരുണ്യം കർത്താവ് നമ്മളോട് കാണിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഗൃഹനാഥൻ ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ അർഹതയില്ലാത്തവരാണ് ക്ഷണിക്കപ്പെടുക എന്ന് നമുക്കറിയാം. രാജാവ് വിരുന്നൊരുക്കിയിട്ട് ആദ്യമേ വിളിച്ച് ഒരുക്കിയവർ, ആദ്യമേ ക്ഷണിക്കപ്പെട്ടവരങ്ങോട്ട് കടന്നു വരുന്നില്ല. അർഹതയില്ലാത്തവർക്ക് ദൈവം അനന്തമായ കാരുണ്യം അവരിലേക്ക് അനർഗളമായിട്ട് വർഷിക്കുകയാണ് ചെയ്യുന്നത്. അർഹതയില്ലാത്ത, നമുക്കൊന്നും അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുന്നു എന്നുള്ള അവബോധമാണ് നമുക്കൊന്നാമതായിട്ട് ഈ കുമ്പസാരവേദിയിൽ അണയുമ്പോൾ ഉണ്ടാകേണ്ടതെന്നാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ കൃപയെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ദൈവമാണ് ആദ്യമേ തന്നെ മുൻകൈയെടുക്കുക. നമ്മൾ സ്വീകരിക്കുന്നതിന് മുൻകൈയെടുക്കുന്നത് ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിന് വേണ്ടി വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ്, പിതാവിനെയാണ് നമ്മളവിടെ കാണുക. അശാന്തിയോടെ, അസ്വസ്ഥതയോടെ ദൈവം അവനെ കാത്തിരിക്കുകയാണ്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മളവിടെ കാണുന്നതെന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. അങ്ങനെയെങ്കിൽ ഇവൻ തിരിച്ചു വരുമ്പോൾ ദൈവം കാത്തിരിക്കുന്നത് ഇവിടെ അവൻ്റെ ഗതകാല സ്മരണകൾ, ഗതകാല അനുഭവങ്ങൾ, കഴിഞ്ഞുപോയ അവൻ്റെ തെറ്റിൻ്റെ, വഴിപിരിയലിൻ്റെ, ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളിൽ നിന്ന് കുതിറിപ്പോയതിൻ്റെ ഒറ്റ കാര്യങ്ങളും അവിടെ പിതാവ് ഒരിക്കലും എണ്ണിപ്പറഞ്ഞ് അവനോട് കണക്കൊന്നും ചോദിക്കുന്നില്ല. കണക്ക് ചോദിക്കാതെ തന്നെ കാരുണ്യം പകർന്നുകൊണ്ട് ദൈവം അവകാശമില്ലാത്തത് അവന് കൊടുക്കുകയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം കാണുന്നുണ്ട്, ധൂർത്തനായ ഈ മകൻ വന്നിട്ട് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ അവൻ നിലവിളിച്ച് പറയുകയാണ്, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, നിന്റെ ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്നാണ്. പക്ഷേ പിതാവിനെ സംബന്ധിച്ച് പിതാവ് അവൻ്റെ പൂർവ്വകാല ചെയ്തികളും തെറ്റുകളും എണ്ണിപ്പെറുക്കി പറഞ്ഞ് അവനെ കുറ്റം വിധിക്കാതെ അവന് എല്ലാ അവകാശങ്ങളും തിരിച്ചു കൊടുക്കുന്നവനായിട്ട് ഈ പിതാവിനെ കാണുകയാണ്. മേൽത്തരം വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുക, പുത്രസ്വീകാര്യത്തിൻ്റെ രാജകീയത അടയാളമായിട്ടുള്ള മോതിരം അണിയിക്കുക, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുക. നോക്കുക, ഇതാ പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഈ ഒരു പിതാവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മളൊരു ഓരോ കുമ്പസാരവേദിയിലും നടന്നടുക്കുന്നത് നമ്മൾ ഓർക്കണം. ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് എണ്ണിപ്പെറുക്കി നമ്മളോട് വിധി പറയുന്ന ഒരു യജമാനൻ്റെ ഭാവത്തിലോ ഒരു ജഡ്ജിൻ്റെ ഭാവത്തിലോ അല്ല എൻ്റെ പിതാവ് നിൽക്കുക. നേരെ മറിച്ച് എന്നെ സ്നേഹപൂർവ്വം വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന എൻ്റെ അപ്പനെ പോലെ എന്നെ കാത്തിരിക്കുന്ന പിതാവ്. നമ്മൾ ഇന്ന് കുമ്പസാരവേദിയിൽ അണയുമ്പോൾ ഈ പിതാവിൻ്റെ ഭാവം നമുക്കെപ്പോഴും മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് നമുക്ക് ആശ്വാസം, കുമ്പസാരവേദിയിൽ നമുക്ക് ആശ്വാസം പകരുന്ന സംഗതി
ദൈവം എന്നെ സ്വീകരിക്കുന്നത് എന്നേക്കുമായിട്ടാണ്. കുമ്പസാരവേദിയിൽ കർത്താവിനെ സ്വീകരിക്കുന്നത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, എന്നേക്കുമായിട്ടാണ്. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് നിത്യമായിട്ടാണ്. പിന്നീട് അവൻ ഒരിക്കലും ഓർക്കാത്ത വിധത്തിൽ ദൈവം എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 16-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് എന്നാണ്. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗം പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിക്കുന്നത്, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത തെറ്റുകൾ ചെയ്തുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നും കുതറിമാറി പോകുമ്പോൾ അവരടിമകളായിട്ട് വിപ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. അടിമകളായി ബാബിലോണിൽ കഴിയുന്ന സമയത്ത് അവരെ ദൈവം തിരിച്ച് വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ച് അവർ എല്ലാവരാലും ആക്രമിക്കപ്പെടുന്നതിന്, എല്ലാവരാലും ഭർഷിക്കപ്പെടുന്നതിന്, അപഹസിക്കപ്പെടുന്നതിന് അവരിടയാകുന്നു. കാരണം എല്ലാവരാലും അപഹസിക്കപ്പെട്ട് അവരുടെ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുന്ന സമയത്ത് അവർ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ദൈവം പറയും, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുക? മുദ്ര ചെയ്തിരിക്കുക എന്ന് പറയുക. നമ്മുടെ കൈകളിൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എപ്പോഴും നമുക്കത് കാണാം. എപ്പോഴും കാണുന്നത് നമ്മുടെ കൈകളാണ്. ദൈവം എന്നെ ദൈവപിതാവിൻ്റെ ഉള്ളം കയ്യിൽ മുദ്ര ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ തമ്പുരാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. കുമ്പസാരവേദിയിൽ അണയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. എൻ്റെ തമ്പുരാൻ എന്നെ പാപം മോചിച്ച് സ്നേഹപൂർവ്വം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ കൺവെട്ടത്തിൽ നിന്ന്, സ്നേഹ കടാക്ഷത്തിൽ നിന്ന് നമ്മൾ അകലെയല്ല. കാരണം തമ്പുരാൻ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ മുഖഛായ മുദ്രണം ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. മൂന്നാമതായി, ദൈവം ഈ കുമ്പസാരവേദിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത്, കർത്താവ് ഈ കുമ്പസാരവേദിയിൽ അവിടുന്ന് തന്നെയാണ് എൻ്റെ പാപങ്ങൾ മോചിക്കാനായിട്ട്, എനിക്ക് അനുതാപം നൽകാനായിട്ട് മുൻകൈയെടുക്കുക. ശരിയായ വിധത്തിൽ പശ്ചാത്തപിച്ച് അനുതപിച്ച് ഒരു കുമ്പസാരം നടത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഇപ്പോഴും ഒരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ പാപബോധവും പശ്ചാത്താപവും എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? പാപബോധവും പശ്ചാത്താപവും ദൈവമേ എനിക്കേകണേ. അതായത് നമ്മൾ പലപ്പോഴും ദൈവം തരുന്നതാണ് എൻ്റെ യഥാർത്ഥ പാപബോധം, പശ്ചാത്താപം. അതല്ല എങ്കിൽ ഒരു റൊട്ടീനായിട്ട് നമ്മളിങ്ങനെ കുമ്പസാരിച്ചു പോകും, യാന്ത്രികമായിട്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു ബാങ്കിൽ കുറച്ച് പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, നമുക്കൊരാവശ്യം വന്നു, നമുക്കിവിടെ കുറവ് വന്നു, നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു. പിന്നെ പോയി നമ്മളത് പെട്ടെന്ന് അത് പിൻവലിച്ചെടുത്തുകൊണ്ട് ഇത് ചിലവഴിക്കുന്നു. യഥാർത്ഥ പശ്ചാത്താപം നമുക്കില്ല എങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. എനിക്ക് പാപമോചനത്തിന് കുമ്പസാരവേദിയുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. കുമ്പസാരവേദി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് യാന്ത്രികമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചിട്ടില്ല, അങ്ങനെ കുറേ കുറ്റങ്ങളും നമ്മുടെ കുറവുകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു. വൈദികനൊരു പ്രായശ്ചിത്തം കൽപ്പിച്ചു. 3 സ്വർഗസ്ഥനായ പിതാവേയും 3 നന്മ നിറഞ്ഞവരെയും 3 ധൃത്യസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുക. പാപമോചനം ലഭിച്ചു. എനിക്ക് സന്തോഷമായി, സംതൃപ്തിയായി. ദൈവം കാരുണ്യവാനാണ്, അതുകൊണ്ട് നമുക്ക് പാപമോചനം ലഭിക്കും. പക്ഷേ
ഈ പാപമോചനത്തിൻ്റെ അനുഭവം നമ്മിൽ ആഴത്തിൽ പതിയാനായിട്ട് ഇടയാകില്ല. കാരണം എനിക്ക് യഥാർത്ഥ പശ്ചാത്താപമില്ല എന്നതുകൊണ്ടാണ്. ഇത് യാന്ത്രികമാണ്. എന്നിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ദൈവം എന്നോട് കരുണ കാണിച്ചു. പാപികളിൽ ഏറ്റവും നീചനായ എന്നോട് ദൈവം കരുണ കാണിച്ച് ഈ കാരുണ്യത്തിൻ്റെ തികവില് അവനുമായിട്ട് സ്വാതന്ത്ര്യത്തോടെ അവനെ ആശ്ലേഷിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം നമുക്കില്ല. ഇങ്ങനെ വരുമ്പോൾ ഇതേ വിധത്തിലല്ല നമ്മൾ കുമ്പസാര വേദിയെ സമീപിക്കേണ്ടത്. ഒരു കുമ്പസാരത്തിന് അണയുമ്പോഴും നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: എനിക്ക് യഥാർത്ഥമായ പശ്ചാത്താപം നൽകണമേ. നമ്മൾ ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപവും. എന്താ പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ? പ്രൊഫസർ ബിബിനെ ഓർക്കുണ്ടോ? പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നു. എന്താ പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ? ഉറക്കെ പറഞ്ഞു. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാം. വളരെ സിമ്പിളാണ്. പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹനിധിയായ ദൈവത്തെ ദ്രോഹിച്ചല്ലോ എന്നുള്ള ആ ചിന്തയിൽ നിന്ന് വരുന്ന അനുതാപം. ഇത്രമാത്രം എന്നെ ദൈവം സ്നേഹിച്ചിട്ടും ഞാൻ എൻ്റെ തമ്പുരാനെ ദ്രോഹിച്ചല്ലോ എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ഉണരുന്ന വലിയ താപമാണ് പൂർണ്ണ മനസ്താപം. അപൂർണ മനസ്താപം എന്ന് പറഞ്ഞാൽ എനിക്ക് പാപം മൂലം സ്വർഗം നഷ്ടപ്പെടും, നരകശിക്ഷയ്ക്ക് ഞാൻ അർഹനാകും എന്നുള്ള ചിന്ത. അത് അപൂർണ മനസ്താപമാണ്. പാപമോചനം കിട്ടാനായിട്ട് അപൂർണ മനസ്താപമെങ്കിലും വേണം എന്നാണ് പറയുക, അല്ലേ? ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റം സംഭവിക്കണമെങ്കിൽ പൂർണ്ണ മനസ്താപം വേണം. അതായത് സ്നേഹനിധിയായ ദൈവത്തെ ഞാൻ ദ്രോഹിച്ചല്ലോ എന്നുള്ള ചിന്ത. ദാറ്റ്സ് ദ പെർഫെക്റ്റ് കൺട്രീഷൻ. അതാണ് പൂർണ്ണ മനസ്താപം. പൂർണ്ണ മനസ്താപത്തിന് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. അതിന് ഒരു ഉദാഹരണം, കർത്താവ് വിധിക്കപ്പെട്ട് കുരിശുമായിട്ട് പോകുമ്പോൾ, കർത്താവ് വിധിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് പ്രധാന പുരോഹിതൻ്റെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത്, അതിനു മുൻപ് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ കോഴി കൂവുന്നതിന് മുൻപ് ഇന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. പത്രോസ് എന്നാ പറഞ്ഞേ? മരിച്ചാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ആ പരിചാരികയായ ആ ചേടത്തി, ആ സ്ത്രീ പറഞ്ഞു, നീ അവൻ്റെ ശിഷ്യനല്ലേ, നിന്നെ ഞാൻ തോട്ടത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അറിയില്ല 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 എന്ന് 3 പ്രാവശ്യം പത്രോസ് ആവർത്തിച്ച് തള്ളിപ്പറയുകയാണ്. ഈ തള്ളിപ്പറഞ്ഞപ്പോഴാണ് കോഴി കൂവുക. കോഴി കൂവുന്ന സമയത്ത് കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. ആ നോട്ടമാണ് അവനിൽ അനുതാപത്തിൻ്റെ ചിന്തയുണർത്തിയത്. കർത്താവിൻ്റെ കണ്ണുകളും അവൻ്റെ കണ്ണുകളും തമ്മിൽ ഉടക്കി. അവൻ നോക്കിയപ്പോൾ, പത്രോസ് നോക്കുമ്പോൾ, ഞാൻ അവനു വേണ്ടി മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞിട്ടും ഇതാ ഞാൻ അവനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്ക് വേണ്ടി മരിക്കാൻ അവൻ മുൻപേ നടന്നിരിക്കുന്നു എന്നാണ്. അവനു വേണ്ടി മരിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞാലും ഞാൻ വീണ്ടും വീണുപോയി. പക്ഷേ അതിനു മുൻപ് തന്നെ എനിക്ക് വേണ്ടി മരിക്കാനിതാ അവൻ കുരിശുമേന്തി നിറഞ്ഞ കണ്ണുകളോടെ അവൻ നടന്നു നീങ്ങുകയാണ്. പത്രോസിൽ അനുതാപത്തിൻ്റെ ചിന്തകൾ ഉറിക്കൊടുകയാണ്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. അനുതാപത്തിൻ്റെ കണ്ണുനീരാണ്. ബിക്കോസ് ജീസസ് ടേക്ക് ദി ഇനിഷ്യേറ്റീവ്. ഈശോയാണ് അവനിൽ അനുതാപ ചിന്തയുണർത്തുക.
എനിക്ക് വേണ്ടി നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ നിനക്ക് വേണ്ടി മരിക്കുന്നു. ഇതാണ് പൂർണ്ണ മനസ്താപം എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി മരിക്കുവോളം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത. ആ ഒരു വിധത്തിൽ യഥാർത്ഥത്തിൽ കുമ്പസാരവേദിയെ കാണാനായിട്ട് സാധിക്കണം. കുമ്പസാരത്തിൽ എൻ്റെ കർത്താവാണ് എന്നിൽ അനുതാപ ചിന്തയുണർത്തുക. ഇന്ന് നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക. യഥാർത്ഥ കുമ്പസാരം നടത്താൻ, അനുതാപത്തോടെ കുമ്പസാരം നടത്താൻ, പൂർണ്ണമായി മനസ്താപത്തോടെ കുമ്പസാരം നടത്താൻ, ഈ കുമ്പസാരത്തിലൂടെ എൻ്റെ സ്നേഹനിധിയായ തമ്പുരാൻ അവൻ്റെ കൈകളിൽ എൻ്റെ മുഖം മുദ്രണം ചെയ്യാൻ, എപ്പോഴും അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തക്ക വിധത്തിൽ യഥാർത്ഥമായി മനസ്താപത്തോടെ കുമ്പസാരം നടത്താൻ എന്നെ സഹായിക്കണമേ. പാപബോധവും പശ്ചാത്താപവും ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുമ്പസാരവേദിയെ സ്നേഹപൂർവ്വം നമുക്ക് സമീപിക്കാം. യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കണ്ണുനീർ നൽകി തമ്പുരാൻ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.